മനുഷ്യന്റെ ആഗ്രഹം അല്ല, മനുഷ്യന്റെ പ്രയത്നം കൊണ്ടല്ല. ഏതെങ്കിലും വിധത്തിൽ അവൻ വളരെ കഷ്ടപ്പെട്ട് ഭക്തികൃത്യങ്ങളിൽ മുഴുകി വളരെ കഷ്ടപ്പെട്ട് മുട്ടുമേലഴഞ്ഞ് കവിഴ്ന്നു വീണ് കിടന്ന് മെഴുകുതി കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുരിശിന്റെ വഴി ചൊല്ലി ജപമാല ചൊല്ലി കർണക്കൊന്ത ചൊല്ലി മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നങ്ങളോ അല്ല അല്ല ദൈവത്തിന്റെ നിസ്സീമമായ അളവുകളില്ലാത്ത പരിധികളില്ലാത്ത ദയ കരുണ അതാണെന്ന് എന്നെയും നിങ്ങളെയും ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവരൊറ്റ കാര്യം മതി, അവരൊറ്റ സംഭവം മതി. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇതുവരെ വിടുതൽ കിട്ടിയിട്ടില്ല, ദുഃഖിച്ചിരിക്കുക, വേദനിച്ചിരിക്കുക, കിട്ടിയിട്ടില്ലല്ലോ, എന്തേ അതിങ്ങ് തരാത്ത? അതെപ്പോ കിട്ടും? അത്തേലേക്ക് നോക്കിയിരിക്കുക, എപ്പോ കിട്ടും? മാറ്റിവെക്ക. ആരാധിക്കുമ്പോ, വചനം ശ്രമിക്കുമ്പോ ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ മാറ്റിക്കളയണം. അതാ വചനം പറയുന്നത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ, വചനം ശ്രമിക്കുമ്പോൾ നിന്റെ ഹൃദയത്തില് ഈ ആകുലതയോ ഈ ഉത്കണ്ഠതയോ അല്ലെങ്കിൽ ഇങ്ങനെ അലറി മറിയുന്ന കടൽ തിര പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. എന്റെ കുഞ്ഞെ, ഞാൻ നിന്നേക്കാൾ ഉപരിയാണ്. നിന്റെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറമാണ് എന്റെ ചിന്തകൾ. നീ ആഗ്രഹിക്കുന്നതിന് മുൻപേ അതിന്റെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോ, കർത്താവിനെ സ്തുതിക്കുമ്പോ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുമ്പോ ഒരൊറ്റ സംഭവം നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ. ജനിക്കുട്ടി, എന്താണെന്നറിയുമോ? നന്ദി നിറഞ്ഞ ഒരു ഹൃദയം. നന്ദി നിറഞ്ഞൊരു ഹൃദയം. എന്തിനാ? ഇപ്പോ സ്റ്റിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ എന്റെ കർത്താവിന്റെ കരുണയാണ്, കരുണയാണ്. ബാക്കിയുള്ളതെല്ലാം വന്ന് ചേർന്നുകൊള്ളും, വന്ന് ചേർന്നുകൊള്ളും. ഒരു സംശയവും എന്റെ കാര്യത്തിന് വന്ന് ചേർന്ന് കൊള്ളും. ഹല്ലേലൂയ ഹല്ലേലൂയ. കാരണം നമ്മുടെ ദൈവം മൂന്നാണികളിൽ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ഏങ്ങി വലിച്ച്, ജീവശ്വാസം കിട്ടാതെ ഏങ്ങി വലിച്ച്, ഇതാ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അവിടെ മരിച്ച് കെട്ടടങ്ങിയ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അതിനപ്പുറം കടന്നവനാണ്. മരണത്തിനപ്പുറം കടന്നവൻ, മരണത്തെ അതിജീവിച്ചവൻ, മൂന്നാം നാൾ ഉത്ഥിതനായവൻ, ഇന്നും ജീവിക്കുന്നവൻ, എന്റെ കൂടെ വസിക്കുന്നവൻ, എന്റെ കൂടെ ആയിരിക്കുന്നവൻ. അവനാണ് പറയുന്നത്, കുഞ്ഞെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ. കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ എന്റെ പൈതലാണ്, നീ എന്റെ ഓമനക്കുട്ടനാണ്. നീ എന്റെ ഓമനക്കുട്ടനാണ്, നീ എന്റെ ഓമനക്കുട്ടനാണ്. ഈ സഹോദരിമാർക്ക് വർഷം വേണ്ട, ഓമനക്കുട്ടിയെന്ന് ബൈബിളിൽ ഓമനക്കുട്ടനെ പറഞ്ഞിട്ടുള്ളൂ. ഓമനക്കുട്ടിയുമാണ് അല്ലേ, പ്രിയപ്പെട്ടവനാണ്. അവിടെ പാർഷ്യാലിറ്റി ഉണ്ടോ? വചനത്തിലൊക്കെ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നില്ല അല്ലേ? എന്നാൽ അതിന് മറുവശം ഉണ്ട്, നീ എനിക്ക് പ്രിയപ്പെട്ടവൾ കൂടിയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ജീസസ് ജീവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരൊറ്റ വിശ്വാസം ആഴമായി ഹൃദയത്തിൽ പതിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല, പിരിമുറുക്കങ്ങളില്ല,
ഒരു വശത്ത് രോഗമുണ്ടാകും, ഒരു വശത്ത് തടസ്സങ്ങളുണ്ടാകും, ഒരു വശത്ത് ബലഹീനത ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ മറുവശം എന്താ? എന്നെ ശക്തീകരിക്കുന്നവൻ. ഈ പറഞ്ഞ അവസ്ഥകളുടെ മറുവശം അവൻ നിൽപ്പുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശ് നിനക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റുമോ? വെറുതെ അല്ല അങ്ങനെ കിടക്കുന്നത്. അതിന്റെ ധന്യവച്ചം പറഞ്ഞ പോലെ കുരിശിന്റെ മറുവശം നിനക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? മറുവശം ഫ്രീ അല്ലേ? നിന്നെ തറയ്ക്കാനുള്ളതാ. കുരിശുണ്ട് അല്ലേ? കുരിശുണ്ടെങ്കിലേ മരണമുണ്ടെങ്കിലേ ഉയർപ്പുള്ളൂ. മരിക്കണം. അവനോടൊപ്പം നമ്മൾ മരിച്ചു, അവനോടൊപ്പം നമ്മള് ഉദ്ധിതരുമായി. ഹല്ലേലൂയ. ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. അപ്പോഴാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് നിങ്ങൾക്കും അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ നന്മകളൊക്കെ ഓർത്തുണ്ട് എന്തെന്നില്ലാത്ത നന്മ നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറയും. ആരോടാ? നന്ദി നിറഞ്ഞൊരു ഹൃദയം. ഈ നന്മകളെയൊക്കെ ഓർത്തുകൊണ്ട് മറ്റൊന്നും വേണ്ടത്. ചോദിച്ചത് കിട്ടിയില്ല എന്നുള്ള സംഭവം അല്ല, ചോദിക്കാത്തത് എന്തോരം കിട്ടിയേക്കുന്നു അല്ലേ? ചോദിക്കാത്തത് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മൾ കൃത്യമായിട്ടൊന്നും അങ്ങനെ കർത്താവേ നിന്റെ ശരീരത്താൽ എന്നെ പൊതിഞ്ഞു കൊള്ളണം, ഒരപകടമൊന്നും എനിക്ക് വരരുത്, അങ്ങനെ കൃത്യമായിട്ടൊന്നും നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തുകയും ചെയ്തു. പലപ്പോഴും പല ദിവസങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാറുമില്ല. സത്യം തന്നെ, നമ്മൾ ധൃതി പിടിച്ച് പെട്ടെന്ന് പോകുന്നു. എന്നാൽ ചോദിക്കാത്തത് അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാതെ കടന്നു പോകുമ്പോഴും എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ചോദിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വേദനിച്ചിരിക്കണ്ട. ചോദിക്കാത്തത് എന്തോരും കിട്ടിയിരിക്കുന്നു. ഇത് ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ഇങ്ങനെ തിരതല്ലാൻ തുടങ്ങുന്നില്ല. അതാണ് നന്ദിയായി പുറത്തേക്ക് വരിക, സ്തുതിപ്പായി പുറത്തേക്ക് വരിക. ആ ബോധ്യമില്ലാത്ത വ്യക്തി എന്ത് ചെയ്യും? ഇത് അനക്കത്തില്ല, അത് തുറക്കത്തില്ല. ഇത് ഉള്ളില് ശക്തമായിട്ട് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത് ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് വരുന്നതല്ല, മറിച്ച് ഹൃദയത്തിന്റെ തികവിൽ നിന്ന് വരുന്നതാണ്. കാരണം ചങ്കിനകത്ത് മുഴുവൻ അവനോടുള്ള സ്നേഹമാണ്. കാരണം എന്നെ രക്ഷിക്കുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ യേശുവാണ്. ലോകത്തിന്റെ രക്ഷകൻ, എന്റെ രക്ഷകൻ. അതുകൊണ്ട് ഈ സ്നേഹം നിറയുമ്പോൾ നമുക്കൊരിക്കലും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. സ്തുതിച്ചേ പറ്റൂ, നന്ദി പറഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കൊച്ചു വാക്കുകളിലൂടെ നന്ദി. ഇന്ന് അങ്ങനെ ആത്മാവ് പറയുന്നു. ഈ സ്തുതിച്ചുവിന്റെ സമയത്ത്, ആദ്യം സ്തുതിച്ച സമയത്ത് പെട്ടെന്ന് ആത്മാവ് തന്നൊരു ബോധ്യമാണ്. ആത്മാവ് പ്രചോദനം കൊടുത്ത് നമുക്കെല്ലാം കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന്. കർത്താവിനെ സ്തുതിക്കല്ലേ? അല്ല, വ്യക്തിപരമായി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനോഹരമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനമാണ്.
ഈ വചനം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരുമ്പോൾ സർട്ടിഫിക്കറ്റും അതുപോലെ മെമന്റോയൊക്കെ നൽകുമ്പോൾ അതിനകത്ത് ആലേഖനം ചെയ്ത ഒരു വചനമാണ് റോമ 10:15. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പാദങ്ങൾ. അല്ലെ, മണ്ണിലൂടെ ചവിട്ടി നടക്കുന്ന പാദങ്ങൾ അതെത്ര സുന്ദരമാണ്. സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ, പ്രഘോഷിക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെ ഊന്നി പറയുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സുവിശേഷത്തെ ആദ്യമായി ചങ്കിലേക്ക് ഏറ്റെടുത്ത പരിശുദ്ധ അമ്മ, വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ച പരിശുദ്ധ അമ്മ, അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കൾക്ക് ഒരു സുവിശേഷമായി തീരുവാൻ ഇടയായി തീരും. അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. സന്തോഷമല്ലേ? സുഖമല്ലേ? സുഖമാണ്, സന്തോഷമാണ്, സുഖമാണ്. ഒക്കെ ഇരിക്കാം. സന്തോഷമാണ്, സുഖമാണ്. സമാധാനമാണോ? സമാധാനവും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ധ്യാനിക്കുക. കുറച്ച് റെഫറൻസ് കൂടി നമ്മൾ കോട്ട് ചെയ്ത് പോകും. ഒരു അരമണിക്കൂർ സമയം ഉള്ളു നമ്മൾ ആരാധനയൊക്കെ നടത്തിയിരിക്കുന്നതുകൊണ്ട്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെ തിരുവചനങ്ങളാണ്. അതിന് ചെറിയൊരു വീഡിയോ ക്ലിപ്പുണ്ട്, അതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒളിയം വരുന്നില്ല പിന്നെ? ഒളിയുണ്ടല്ലോ. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയാണ്. ജെറീക്കോയിലൂടെ ഈശോ കടന്നു പോകുന്നു. അവിടെ അന്ധനായ ഒരു യാചകൻ, അതെ, നസ്രയനായ യേശു കടന്നു പോകുന്നു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ നസ്രയനായ യേശു കടന്നു പോകുന്നു. അന്ധനാണ്. ജീസസ്, ജീസസ് ചങ്കുപൊട്ടി വിളിക്കുകയാണ്. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? I want to see. Yes. And see. Your faith has made you well. എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. Yes, I can see. I can see. I can see. I can see. Yes, I can see. അവൻ മുട്ടുമടക്കി തന്നെ രക്ഷിച്ച ദൈവത്തിന്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കുന്നു. യേശുവിന്റെ മുമ്പിൽ അവൻ മുട്ടുമടക്കുന്നു. അവൻ യേശുവിന്റെ ഒപ്പം യേശുവിനെ അനുഗമിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറീക്കോയിലൂടെ കടന്നുപോയ ആ രംഗമാണ് നമ്മൾ കണ്ടത്. ജെറീക്കോ വിജാതിയരുടെ പട്ടണമാണ്. കടന്നു പോകുമ്പോ ജന്മനാന്തനായ ഒരു മനുഷ്യൻ, തിമേയോസിന്റെ പുത്രനായ ബർത്തേമിയൂസ്,
എന്ന് പറയുന്ന അന്തയാചന. അവൻ വഴിയരികിൽ നിന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു ജനാവലി കടന്നു വരുന്നു. ഒരാരവം, ഒച്ചപ്പാട്. അവൻ ചോദിക്കുന്നു, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജനം പറഞ്ഞു, നസ്രയനായ യേശു കടന്നു പോകുന്നു. അവൻ ചങ്കുപൊട്ടി വിളിച്ചു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്ര എങ്ങനെ വിളിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവന്റെ ഹൃദയത്തിൽ ആഴമായ ഒരു വിശ്വാസം അലയടിച്ചു കൊണ്ടിരുന്നു. കാരണം ഇതിനു മുമ്പും ഇവൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവൻ അത്ഭുത രോഗസൗഖ്യം നൽകിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും എല്ലാം അവൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഇതാ നസ്രയനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് കൂട്ടത്തിലുള്ള ആരോ അവനോട് പറഞ്ഞു. അവൻ ചങ്കുപൊട്ടി വിളിച്ചു, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എന്നിൽ കനിയണമേ. യേശു ദാവീദിന്റെ പുത്രനാണോ? യേശു ദാവീദിന്റെ പുത്രനല്ല, ദാവീദിന്റെ വംശത്തിൽ പിറന്നവനാണ്. യേശു ദാവീദിന്റെ പുത്രനല്ല. യേശു നമുക്കറിയാം ദൈവത്തിന്റെ ഏകജാതനാണ്. അതിനു മുമ്പ് ദൈവത്തിനൊരു ജാതനില്ല, അത് കഴിഞ്ഞിട്ടും ദൈവത്തിനൊരു പുത്രനില്ല. ഈ ബർത്തിമേയുസ് വിളിക്കുന്നത് ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്നാണ്. പ്രാർത്ഥനയുടെ രീതി, യാചനയുടെ രീതി അപേക്ഷയാണ്, യാചനയാണ്. എന്നിൽ കനിയണമേ. അവൻ വിളിച്ചത് പ്രകാരമാണ്. ഏത് അഡ്രസ്സിലാണ് അതിസംബോധന ചെയ്തതെന്നും കർത്താവ് നോക്കിയില്ല. കർത്താവ് പെട്ടെന്ന് അവിടെ നിന്നു. പെട്ടെന്ന് നിന്നിട്ട് ഈശോ പറഞ്ഞു, അവനെ വിളിക്കുക. അവനെ വിളിക്കുക. ആരെ? ചങ്കുപൊട്ടി വിശ്വാസത്തോടെ വിളിച്ചവനെ. നൂറുകണക്കിന് ജനാവലി യേശുവിന്റെ പിന്നാലെയുണ്ട്, തിങ്ങിക്കൂടി. അവരൊക്കെ ഈ മഹാന അത്ഭുതം കാണാനും അടയാളം കാണാനും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ യേശുവിന്റെ കൂടെ കൂടിയത്. അതിന്റെ ഈ ആരവത്തിന്റെ ഇടയിൽ നിന്ന് ഒരു മനുഷ്യന്റെ ചങ്കുപൊട്ടിയുള്ള വിളി യേശുവിന്റെ കർണപുടത്തിൽ എത്തണമെങ്കിൽ യേശുവും ഈ അന്ധയാചകനും അവിടെ ഒന്നാകുന്ന ഒരവസ്ഥ, ആഴമായ വിശ്വാസത്തിൽ ഒന്നാകുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഈശോ അത് കേട്ടത്. അവനെ വിളിക്കുക. മിണ്ടാതിരിക്കാൻ ആദ്യം പറഞ്ഞ ജനം അവന്റെ അടുത്ത് നിന്നിട്ട് പറയുന്നു, ധൈര്യമായിരിക്കുക, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ച് ചാടി യേശുവിന്റെ അടുത്തെത്തി. രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ ഒരു പുറംകുപ്പായം നൽകപ്പെടുന്നവർക്ക് ഒരു യാചകരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് രണ്ടു കണ്ണിനും കാഴ്ചയില്ലാത്ത മനുഷ്യൻ കുതിച്ച് ചാടി യേശുവിന്റെ അടുത്തെത്തി എന്ന് പറയുക. അടുത്തെത്തിയ ആ മനുഷ്യനോട് യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നീ എന്താണ് ആഗ്രഹിക്കുന്നത്? സത്യസന്ധമായ വിശ്വാസത്തോടെയുള്ള അവന്റെ ഏറ്റുപറച്ചിൽ നമ്മളിവിടെ കാണുകയാണ്. ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൽക്ഷണം അവനെ കാഴ്ച ലഭിച്ചു, അവൻ യേശുവിനെ അനുഗമിച്ചു. ജന്മനാന്തനായിരുന്ന മനുഷ്യൻ കാഴ്ച ലഭിച്ചപ്പോ ഒരു അത്ഭുതം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവൻ നേരെ വീട്ടിലേക്ക് പോവുകയല്ല ചെയ്തത്, നാട്ടിലേക്ക് പോവുകയല്ല ചെയ്തത്, കണ്ടവരോടൊക്കെ വിളിച്ചു പറയുകയല്ല ചെയ്തത്. അവൻ എന്താ ചെയ്തത്? യേശുവിനെ അവൻ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും നിരവധി അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചോദിച്ചു വാങ്ങിയവരും ചോദിക്കാതെ വാങ്ങിയവരും ഒക്കെയാണ് ഈശോയിൽ നിന്ന്. നമ്മൾ എത്രമാത്രം ഒരു തീഷ്ണതയോടുകൂടി പിന്നീടുള്ള ശിഷ്ടജീവിതം യേശുവിന് വേണ്ടി കാഴ്ചവെച്ചു, യേശുവിന് വേണ്ടി സമർപ്പിച്ചു. എത്ര പേർ യേശുവിനെ അനുഗമിച്ചു, എത്ര പേർ യേശുവിന് സാക്ഷ്യം വഹിച്ചു, യേശുവിന്റെ സാക്ഷികളായി എത്ര പേർ മാറി. ഇത് നമ്മൾ കാര്യഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടി, അതുകൊണ്ട് ഒറ്റപ്പോക, പിന്നെ തിരിച്ച് കൂട്ടായ്മയിലേക്കുമില്ല, യേശുവിന്റെ അടുക്കിലേക്കുമില്ല. അനേകം മക്കള് നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മയിലെ ക്രൈസ്തവരും അക്രൈസ്തവരും ഒക്കെ ആയിട്ടുള്ള മക്കള് കടന്നുപോയ വഴികള്, നന്ദിഹീനമായ ഒരു ഹൃദയവുമായി അവർ ഇന്നും അസ്വസ്ഥതകളോടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടത് സ്വകാര്യമായിട്ടല്ല, അതെവിടെയാ പറയേണ്ടത്? അത് കൂട്ടായ്മയിലാണ് പറയേണ്ടത്. കർത്താവിനെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയിലാണ് എന്ത് പറയേണ്ടത്? ആ നന്ദി പറയേണ്ടത്. അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മിൽ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ്സിൽ നമ്മൾ കേട്ടു, ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്തു നമ്മിൽ രൂപപ്പെട്ടിരുന്നുവെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓടി അണയുമായിരുന്നു. ഓരോ വെള്ളിയാഴ്ചയും കടന്നു വരുവാൻ വേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ വിളിക്കുമ്പോ, അയ്യോ ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നോ, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നോ, ആരാധനയ്ക്ക് വരുന്നില്ലേ എന്ന് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി വിളിക്കുമ്പോ, ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നോ എന്നുള്ള മറുചോദ്യമാണ് നമ്മള് പലപ്പോഴും കേൾക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ അനുഗ്രഹത്തിന്റെ പുറകെയല്ല ഓടേണ്ടത്, നമ്മൾ ഓടേണ്ടത് യേശുവിന്റെ പിന്നാലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവനെ ഏറ്റുപറയാൻ, അവന്റെ സാക്ഷിയായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വലിയ ഒരപകടം അതിന്റെ പിന്നിലുണ്ട്. എന്താ? യേശു തന്നെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനത്തില് യേശു പറയുന്നുണ്ട്, ഇല്ലേ? എന്നാ പറയുന്നത്? നിങ്ങൾ ഈ ലോകത്തില് മനുഷ്യരുടെ മുമ്പിൽ എന്നെ
ഏറ്റു പറയുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങളെയും ഏറ്റു പറയത്തില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതൊരു അപകടം പിടിച്ച അവസ്ഥയാണ് അല്ലേ? കിട്ടിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി തീർന്നുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് സാക്ഷ്യമായി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നന്ദിഹീനരായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവസങ്ങളിലൊക്കെ എത്രയോ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അല്ലേ? എത്രയോ വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുക. നമ്മുടെ അഹല്യമോള് ഇവിടെ വരുമ്പോ, കൂട്ടായ്മയിൽ വരുമ്പോ ആ കുഞ്ഞിന്റെ തലയിൽ നിന്നും സർജറി ചെയ്ത ഭാഗത്തു നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത് പൂർണ്ണമായും നിന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ വരാൻ പറഞ്ഞിരുന്നവരോട് അല്ലേ? അടുത്ത ആഴ്ച കൃത്യമായിട്ടും അവർ വന്നിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഒരു സാക്ഷ്യം പറയണം, സാക്ഷ്യമായിട്ട് കൊടുക്കണം. അത് അപ്പോഴാണ് അനുഗ്രഹം പൂർണ്ണമാകത്തുന്നത്. അതാണ് നിന്റെ കാര്യം. എത്രയോ കുഞ്ഞുങ്ങൾ ഇല്ലേ? നമ്മള് ഇസ്ഹാക്ക് മോൻ, പണയിൽ ഇസ്ഹാക്ക് മോൻ വാർസതാണ്. വലിയ ഒരു പ്രയാസത്തിലേക്ക് ന്യൂബോൺ ബേബി പോയതാണ് അല്ലേ? ബ്രെയിനില് ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട്, പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അത്ഭുതകരമായ കർത്താവിന്റെ ഇടപെടൽ ഇതാ പരിപൂർണ നോർമൽ അവസ്ഥയിലേക്ക് കർത്താവ് കുഞ്ഞിനെ കൊണ്ടുവന്ന് ഡിസ്ചാർജായി വീട്ടിലേക്കൊക്കെ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ ലിജോ ഇന്ന് കിഡ്നി സ്റ്റോണിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് വളരെ മനോഹരമായി, അത് ലളിതമായി ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. വേദനയെല്ലാം ശമിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു CT കൂടി എടുത്തിട്ട് വൈകിട്ട് ഡിസ്ചാർജ് ആവും എന്ന് അറിയിച്ചിരുന്നു. അതും വലിയൊരു സാക്ഷ്യമാണ് മക്കളെ. അതൊരു വിടുതലാണ്. നമ്മൾ നോക്കിയ ഒരു സർജറി എന്ന് പറയുന്നത്, അത് മൈനർ ആകട്ടെ മേജർ ആകട്ടെ, സർജറി അത് കൈവിട്ടൊരു കളിയാണ്. തമ്പുരാന്റെ കരം അവിടെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അല്ലേ, അത് മതി. നിസ്സാര കാര്യങ്ങള് നമുക്കറിയാം, എത്രയോ പേര് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തമ്പുരാന്റെ വലിയ കരുണയാണ് അതിന്റെ പിന്നിൽ. ഞാൻ പറഞ്ഞു വരും, നമ്മുടെ പ്രാർത്ഥന നന്ദിയോടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. അതാണ് നമ്മളിവിടെ കാണുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവൻ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന മക്കളോട്, പ്രാർത്ഥിക്കുന്ന മക്കളോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമ്മളെന്താ പറയുക? പല കാര്യങ്ങൾ പറയും. പക്ഷേ ഈ ബർത്തിമേയുസിന്റെ ആ ആഴമായ വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണോ ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അഥവാ ചോദിക്കുന്നത്? ആരാധനയിൽ ദൈവം സംപ്രീതനാകുന്നുവെങ്കിൽ എന്റെ ഏത് കാര്യവും അവിടുന്ന് നിറവേറ്റി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം മത്തായി 6:27 കിടപ്പുണ്ട്. മത്തായി 6:27 നമ്മുടെ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. എന്താന്ന് നോക്കി, മത്തായി 6:27 കിടക്കുന്ന സംഭവം എന്താ? എന്താണ്? ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? അതാണ് നമ്മുടെ
പ്രശ്നം. നമ്മുടെ പ്രശ്നം അതാണ്. 34 വാക്യം കൂടി വായിച്ച്. അതിന്റെ 34 വാക്യം. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. അതതിന്റെ ക്ലേശം മതി. നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്. കണ്ടോ, നമ്മുടെ പ്രശ്നമാണ് ഈ കിടക്കുന്നത്. ഉത്കണ്ഠ, ആകുലത അല്ലേ? 27 വാക്യത്തിൽ ഉത്കണ്ഠ പറയുന്നു, 34 വാക്യത്തില് ആകുലത പറയുന്നു. ഈ രണ്ടും ഇല്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഈ രണ്ടും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശബരികയാണ്. ഉത്കണ്ഠ മൂലം, ആകുലത മൂലം മക്കളെ നിങ്ങളുടെ ആയുസ് കുറയും. ആയുസ് കുറയും. ഹല്ലേലൂയ. ആധികാരികമായിട്ട് മെഡിക്കൽ സയൻസ് തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഓവർ ടെൻഷൻ, ഡിപ്രഷൻ, ഇതെല്ലാം ആയുസിന്റെ ദൈർഘ്യം കുറയ്ക്കുമെന്ന്. നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കിടെയൊക്കെ തലയിലേക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്. ഈ 2 ദിവസമായിട്ട് യൂട്യൂബില് ശാസ്ത്രലോകം തെളിയിച്ച ഒരു സംഭവം കണ്ടായിരുന്നു. ജോബിന് ഇന്നലെ മുത്തുവാറപ്പള്ളിയിലെ സംവാദം കേട്ടായിരുന്നു. ജോബിനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അനിയന്റെ മോനാണ്, ഏറ്റവും കുഞ്ഞു മോനാണ് ജനിച്ചെന്ന് പറഞ്ഞില്ലേ? ആ കൂടുതൽ ഏറ്റവും ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ? അത് അനിയന്റെ മോനാണ്. ഫ്യൂച്ചറിൽ അവൻ അച്ഛനാണ്. എന്താ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും തലയിൽ ഒരടി കെട്ടിയ സംഭവം 2 ദിവസം മുമ്പ് യൂട്യൂബിൽ. എന്താണെന്നറിയുമോ? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യനിൽ നിന്ന് ഒരു മഞ്ഞ പടം പോലെ അവനിൽ നിന്ന് എന്തോ വേർപെട്ടു പോകുന്നതായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിൽ ആത്മാവ് വേർപെടുന്നത് ശാസ്ത്രലോകം തെളിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണമില്ല, മരണാന്തര ജീവിതമില്ല. മരണശേഷം മനുഷ്യൻ ഒന്നുമല്ല, ചത്തുകെട്ട് പുഴുതിന്ന് നാശമായി പോകുന്നു. പിന്നെ അവിടെ ആത്മാവില്ല, ജീവനില്ല, നിത്യതയില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾക്കും യുക്തിവാദികൾക്കും ഇതാ ശാസ്ത്രലോകം തെളിയിച്ച പിന്നെ അതിനപ്പുറം വേറെയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ലോകം, ശാസ്ത്രം വിശ്വാസത്തിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശാസ്ത്രം വേണ്ട എന്ന് ഒരിക്കലും സഭ പറഞ്ഞിട്ടില്ല. ശാസ്ത്രത്തെ ചേർത്ത് പിടിച്ച് തന്നെയാണ് സഭ പോയിക്കൊണ്ടിരിക്കുന്നത്, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഓരോ കാര്യങ്ങളും തെളിയിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദം ഈ പ്രപഞ്ചത്തിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ വേണ്ടി ഒരുപറ്റം ഇസ്രായേലി സയന്റിസ്റ്റുമാർ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരമായ ഭാഷയിലുള്ള അതേ ശബ്ദം, കാരണം നമ്മൾ പറയുന്നതൊന്നും നഷ്ടപ്പെടുന്നില്ല, ഈ അന്തരീക്ഷത്തിൽ മാറ്റിലുകൊണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മക്കളെ, ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകുലനാകരുത്, ഉത്കണ്ഠ വേണ്ട, ടെൻഷൻ വേണ്ട, അസ്വസ്ഥത വേണ്ട. ഇതെല്ലാം നിന്റെ സമാധാനം കെടുത്തിക്കളയും. സമാധാനം കെടുത്തിക്കളയും. അതുകൊണ്ടാണ് 34 വാക്യത്തിൽ പറയുന്നത്, ഓരോ ദിവസത്തിനും അതാതിന്റെ ക്ലേശം മതി. നാളത്തെ നീ ഇന്നെടുത്ത് വെക്കണ്ട, ഇന്നെടുത്ത് വെക്കണ്ട. ഹല്ലേലൂയ. പെൺകുട്ടി 6 വയസ്സാകുന്നേ ഉള്ളൂ, അമ്മയ്ക്ക് ടെൻഷനാ.
ഇവിടെ എവിടെ കൊണ്ടെത്തിക്കും? ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? നീ ഏൽപ്പിച്ച ശരിയാവോ? തിരിച്ച് വീട്ടിലേക്ക് വരുവോ? കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാ അവിടെ അടിയും ബഹളമായിരിക്കുവോ? ഈ കല്യാണം ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം കിട്ടുവോ? കുഞ്ഞുണ്ടാവുമോ? ആ കുഞ്ഞിനൊരു ഭാവി ഉണ്ടാവുമോ? ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് സമാധാനം കെടുത്തുകയാ. സമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ ഇങ്ങനെ ജീവിക്കുക. കർത്താവ് പറയുകയാണ്, ഇന്നത്തെ ക്ലേശം ഇന്ന് മതി, നീ അത് നിന്റെ തമ്പുരാന്റെ കരങ്ങളിൽ കൊടുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1-2 വചനോട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ റോമാലേഖനം 13-ാം അധ്യായം 10-ാം തിരുവചനം. റോമ 13:10. സ്നേഹം അയൽക്കാരനെ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. മതി. സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഈ 8-ാമത്തെ വചനം കൂടി ഒന്ന് വായിച്ച ആ പാരഗ്രാഫിന്റെ ആദ്യത്തെ വചനം. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തിൽ ജീവിക്കണമെങ്കിലേ ഈ 2 കാര്യങ്ങൾ മതി. നമ്മുടെ കഴിഞ്ഞ യാത്ര 2-ാം തീയതി നമ്മൾ തിരിച്ചു വന്നു അല്ലേ? ഫെബ്രുവരി 2-ാം തീയതി, 31-ാം തീയതി പോയി 2-ാം തീയതി തിരിച്ചു വന്നു. അത്ഭുതകരമായ ഒരു തിരിച്ചുവരവായിരുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായി 100 ചില്ലാൻ യാത്രകള് നമ്മൾ പോയതില് ആദ്യമായിട്ടാണ് 12 മണി സമയത്ത് കുറുപ്പമ്പടിയിൽ നമ്മൾ എത്തിയത്. 12 മണി സമയം അതൊരു മിറാക്കിളാണ്. കാരണം 1:30-2 മണിയാവാതെ ഒരിക്കലും നമ്മൾ എത്തിയിട്ടില്ല. എന്തുകൊണ്ട് ആ യാത്ര കർത്താവ് അങ്ങനെ ക്രമീകരിച്ചു? പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തില് എന്തുകൊണ്ട് കർത്താവ് അത് ചെയ്തു? ഞാന് ഗ്രൂപ്പിലിട്ടായിരുന്നു അത് ചെറിയൊരു വീഡിയോ ആയിട്ട്. ഇവിടെ എന്താ വചനം നമ്മൾ വായിച്ചേ? പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കാരണം സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ വഴി പ്രശ്നത്തിൽ നമുക്കെതിരെ കേസ് കൊടുത്തിരുന്ന ആ വ്യക്തിയുടെ ജീവിത പങ്കാളി നമ്മുടെ യാത്രയിലുണ്ടായിരുന്നു. മോന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് അനുരഞ്ജനത്തിലായി നമ്മൾ പോയി വിളിക്കുകയും അവർ വരികയും സഹകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ശത്രുതയുടെ മതിൽക്കെട്ട് അവിടെ നമ്മൾ തകർത്തു. യാത്രയിലെ സഹോദരി ഉണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ച് ചെറുകുന്നത്ത് അവരെ ഇറക്കി വിട്ടു. നമ്മുടെ മാലില ജോയി, നമ്മുടെ ഷാജിയുടെ അമ്മ മേരി ചേച്ചിയും അതുപോലെ തന്നെ ജോബിയും ഒക്കെ ഉണ്ടായിരുന്നു. കൊല്ലം ജോബിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജോയിയോടും പറഞ്ഞു, അവർക്ക് ഓട്ടോറിക്ഷ വിളിച്ച് കൊടുക്ക്, ഞാന് ദേവസ്വന്റെ വീട്ടിൽ വന്ന് ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അവർക്ക് ഓട്ടോറിക്ഷ തോമസിന്റെ ഓട്ടോറിക്ഷ വിളിച്ച് അവരെ വിട്ടു. ഞാനിവിടെ വന്ന് ഞങ്ങൾ സെറ്റിൽമെന്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞാൻ പോണ സമയത്ത് ബുള്ളറ്റ് കൊണ്ടായി തിരിച്ചു പോണ സമയത്ത് അവിടെ ലൈറ്റും ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നു.
പെട്ടെന്ന് നോക്കുമ്പോ ആ നമ്മുടെ കൂടെ വന്ന സഹോദരിയുടെ ജീവിത പങ്കാളി ഏതാണ്ട് മരിച്ച അവസ്ഥയില് അനക്കമില്ല, ബോധമില്ലാതെ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് അരഭാഗം വരെ ഇങ്ങനെ തണുത്ത് മരച്ച് ഫ്രീസായിരിക്കുന്ന ഒരവസ്ഥ. ഒരു ചെറിയ ഞരങ്ങൽ മാത്രം അവശേഷിക്കുന്നു. അജാനുഭാവുമായിട്ടുള്ളൊരു മനുഷ്യനാണ്. 2-3 പേരും കൂടി ഒന്ന് പിടിച്ചാലൊന്നും പൊങ്ങത്തില്ല. അതുകൊണ്ട് ഒരു 60 വയസ്സൊക്കെ ആയാൽ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, എന്നോട് തന്നെ ഭക്ഷണമൊക്കെ കുറച്ച് 2 പേർക്ക് ഈസി ആയിട്ട് തൂക്കി പിടിക്കാൻ പാകത്തിന് നടക്കണം. ബേസിലെ 60 വയസ്സായിട്ട് മതി കേട്ടോ. കാരണം നമ്മൾ പ്രയാസപ്പെട്ടു. കാരണം അദ്ദേഹത്തെ എടുത്ത് ഈ കാറിലേക്ക് കയറ്റണമെങ്കിൽ എന്റെ കാർ താഴേക്ക് ഇറങ്ങുന്നില്ല, ഓട്ടോറിക്ഷ ഇറങ്ങുന്ന വഴിയാണ്. അതുകൊണ്ട് കാർ റോട്ടിലിട്ട് അവിടുന്ന് വലിച്ച് വാരി ഒരു ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി. ആ ഓട്ടോറിക്ഷയെ മേളിൽ കൊണ്ടുവന്ന് പിന്നെ ഓട്ടോറിക്ഷയിൽ വലിച്ചു വാരി കാറിലേക്ക് കയറ്റി. അതിനു മുമ്പ് ഭയങ്കര ബഹളമായിരുന്നു. കാരണം ആൾക്ക് അനക്കമില്ലാത്തതുകൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചു, തീരാൻ പോവുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നെറ്റിയിൽ കുരിശിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ഒരു 2 തുള്ളി വെള്ളം പ്രാർത്ഥിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഒന്നും സംഭവിക്കത്തില്ല. പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്ത് നിന്ന് അമ്മ മാതാവിനോടൊപ്പമാണ് നമ്മൾ കടന്നു വന്നിരിക്കുക. അമ്മ നമ്മുടെ കൂടെയുണ്ട്, അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്, ഈശോയുടെ സാന്നിധ്യം കൂടെയുണ്ട്. അമ്മ പറയുന്നു, പേടിക്കണ്ട മക്കളെ, പേടിക്കണ്ട. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പൊ അവരോട് എറണാകുളത്ത് ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെന്റ്. ഇതിനു മുമ്പ് ഷോക്ക് വന്നിരിക്കുന്ന ആളാണ്. സ്ട്രോക്ക് വന്ന് ഒരു സൈഡൊക്കെ നടന്നു പോയ ഒരാളാണ്, മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഷുഗറിന്റെ പ്രശ്നമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് സാന്റോ ഹോസ്പിറ്റലിൽ പെരുമ്പാവൂർ കയറ്റിയിട്ട് കൊണ്ടുപോകാം, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടുന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് പോകാം, കാറിൽ എറണാകുളം വരെ പോകാൻ റിസ്ക്കാണ്. അതുകൊണ്ട് ഏതാണ്ട് 10 മിനിറ്റ്, ഇവിടുന്ന് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ സാന്റോയിലെത്തി. ഇവിടെ കയറ്റി നോക്കുമ്പോൾ ഷുഗർ ലെവല് 20-ൽ താഴെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒരു 15 മിനിറ്റോടെ കഴിയാന്ന് ചോദിച്ചു. ചേട്ടൻ്റെ ആരാ? അപ്പം നെയ്ബറാണ്. 15 മിനിറ്റോടെ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇവിടം വരെ ഫ്രീസ് ആയിരിക്കണം, അര വരെ അത് ചെസ്റ്റിലേക്ക് കയറിയിരുന്നുവെങ്കിൽ 15 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ. ശ്രദ്ധിക്കുക, ആ യാത്ര 12 മണിക്ക് അന്ന് നമ്മൾ തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ, ഒരു 12:30-ക്കോ 1 മണിക്കാണ് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിൽ, സംഭവിക്കാൻ പോകുന്ന വേറെയാണ്. ആ സഹോദരി ആദ്യമായിട്ട് വിശ്വാസത്തോടെ നോമ്പെടുത്ത് നേർച്ചയെടുത്ത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. മറിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എനിക്ക് അവിടെ കിടക്കാൻ നോക്കണ്ട. യാത്രയും പഠിക്കുമായിരുന്നു, എതിർസാക്ഷ്യമാവുകയും ചെയ്യുമായിരുന്നു, സംശയമില്ല കാര്യത്തിന്. ഇപ്പൊ നമ്മുടെ ദൈവം കരുണാമയനാണ്. നമ്മുടെ ദൈവം സ്നേഹവാരിധിയാണ്. നമുക്ക് കേൾക്കുമ്പോ എന്താ പറയാ, ഒരു ലാഘബുദ്ധിയോടാണ്, ഒരുപക്ഷെ സ്വാഭാവികമാണ്. ശരിയാണ്, ഷുഗർ ലെവൽ താഴുന്ന സ്വാഭാവികമാണ്. സ്ട്രോക്ക് വന്ന ആൾക്ക് വേറെ അസ്വസ്ഥ വരുന്ന സ്വാഭാവികമാണ്. ഇതിനകത്ത് എന്താണ് സ്വാഭാവികമായിട്ടുള്ളത്? എന്താ ഉള്ളത്? 12 മണി സമയത്ത്
നമ്മൾ തിരിച്ചെത്തി എന്നുള്ളതാണ് അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ നേടാൻ പറ്റി? ശത്രുതയുടെ മതിലുകളെ എങ്ങനെ തകർക്കാൻ പറ്റി? ശത്രുഭാഗത്ത് നിന്ന ഒരു വ്യക്തിയെ എങ്ങനെ മിത്രമാക്കി മാറ്റാൻ പറ്റി? വർഷങ്ങളോളം വഴിക്ക് വേണ്ടി കേസ് പറഞ്ഞ് കാശ് കളഞ്ഞവരാണ്. അവസാനം നമ്മളത് ജഡ്ജിയുടെ അടുത്ത് പറഞ്ഞ് രമ്യതയിലായി. ജഡ്ജി ചോദിച്ചത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, അത് നടക്കണേ നടക്കൂ, ഇത് നമുക്ക് ദോഷമൊന്നും വരാതെ ഇരുന്നാൽ മതി, തടസ്സങ്ങൾ ഉണ്ടാവാതെ ഇരുന്നാൽ മതി. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം അല്ലേ? എന്താ പറയുന്നത്? റോമാലേഖനം 12-ാം അധ്യായം 19-ാം തിരുവചനം. റോമ 12:19 മുതൽ വചനം. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ. എല്ലാവരും ചേർന്ന് വായിച്ചേ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എന്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മാത്രമല്ല നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീ കനലുകൾ കൂന കൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട, മറിച്ച് ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക, ഞാൻ പ്രതികാരം ചെയ്തോളാം. ദൈവം ചെയ്യുന്ന പ്രതികാരം എന്താ? കർത്താവ് ചെയ്യുന്ന പ്രതികാരം എന്താ? വാളെടുത്ത് വെട്ടിക്കൊല്ലുവാണോ? വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടി ആക്സിഡന്റ് ആക്കുവാണോ? പിന്നെ എന്താ കർത്താവ് ചെയ്യുന്ന പ്രതികാരം? ശത്രുതയുടെ മതിൽക്കെട്ടുകളെ തകർത്തിട്ട് സ്നേഹത്തിൽ ഒന്നാക്കി തീർക്കുന്ന ഗാഢമായ ആ ബന്ധം ഉറപ്പിക്കുന്നു. ഇതാ കർത്താവിന്റെ പ്രതികാരം. ഹല്ലേലൂയ. നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട എന്ന് പറയുമ്പോ പ്രതികാരം ചെയ്യാനുള്ള മനുഷ്യന്റെ ആ വ്യഗ്രതയെ കർത്താവ് നിരുത്സാഹപ്പെടുത്തുകയാണ്. എനിക്ക് വേണ്ടി ഇപ്പോ ജോബിൻ പറയുകയാണ്, ജോബിനോട് പറയാണ്, ബ്രദറെ ഒരു പ്രശ്നമുണ്ടല്ലോ, ബ്രദർ കൈകെട്ടി ശാന്തനായിരുന്ന മതി, ഞാൻ പോയി അത് കൈകാര്യം ചെയ്തോളാം. എനിക്കൊരു പ്രശ്നമില്ല, ജോബൻ പോയി വേണ്ടതുപോലെ അത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ എനിക്ക് ശാന്തനായി സ്വസ്ഥനായി ഞാൻ ഫാൻ്റെ അടിയിൽ ഇരുന്നാ മതി. പോരെ പോരെ. എന്നോട് അത്രയേറെ ഇഷ്ടവും വിശ്വസ്തയും ഉള്ളതുകൊണ്ടാണ് ജോബിനത് ചെയ്തോളാം എന്ന് പറഞ്ഞത്. ഇതാ കർത്താവോട് പറയുന്നത്, നീ ശാന്തനായിരുന്നാൽ മതി, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാം. നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാം. മനുഷ്യനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. മനുഷ്യനെ പ്രതികാര ചിന്തകളിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. ഇവിടെ കണ്ടത് ഇതാ. എന്നിട്ട് ആ കൊച്ച്, ആ മരുമോള് ആശുപത്രിയില് കൊണ്ടുപോയി 2 ദിവസം അത് റോട്ടിൽ ഇറങ്ങി നിന്ന് കൈ കാണിച്ച് ആശുപത്രി കൊണ്ടുപോയില്ല. പെട്രോൾ പൈസ എങ്കിലും ചേട്ടാ മേടിക്ക്.
ടോളിന്റെ പൈസയെങ്കിലും മേടിക്കും പ്ലീസ് എന്ന് പറഞ്ഞ അവള് വണ്ടിക്ക് അകത്തേക്ക് ഇട്ടില്ല. നമ്മുടെ മോളെ വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞ് തിരികെ കൊടുത്തു. ഉണ്ടോ? ഇന്നിപ്പോ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന അവസ്ഥ. അവിടെ എന്താ വന്നത്? അവിടെ എന്നതാ കടന്നു? ഒരു സാധനം അവിടെ കടന്നു വന്നത് എന്നതാ? എന്താ കടന്നു വന്നേ? ദൈവരാജ്യം കടന്നു വന്നു. ദൈവരാജ്യം കടന്നു വന്നു. അവിടെ ഇങ്ങനെയാണ് ഭൂമി സ്വർഗമാക്കി മാറ്റേണ്ടത്. അതാണ് ഈശോ പറഞ്ഞത്, സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. ഇതാണ് അവിടുത്തെ ഇഷ്ടം. ശത്രുതയുടെ മതിലുകളെ തകർക്കുക, രമ്യതയിൽ സ്നേഹത്തിൽ ഒന്നായിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് സ്നേഹം. അയൽക്കാരന് ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് സ്നേഹമാണ്. പിന്നെ അവിടെ നിയമത്തിന് വാല്യൂ ഇല്ല. നിയമത്തെ കാറ്റിൽ പറത്തി, ഇല്ലേ? കോടതി നിയമത്തെ കാറ്റിൽ പറത്തി. സ്നേഹം, യെസ്, ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക. ചടിയണിക്കുക. നമുക്ക് ഒരു നിമിഷം ചിന്തിച്ചു നോക്കി. ശത്രുക്കളുണ്ടോ? പ്രതികാരം ചെയ്യാൻ പല്ല് കടിച്ചിരിക്കുന്ന മക്കളുണ്ടോ? പ്രതികാരത്തിനു വേണ്ടി തക്ക സമയം കാത്തിരിക്കുന്നവരുണ്ടോ? മനസ്സാവാതെ അറിയാത്ത കാര്യത്തിന് ഒരു പണി കൊടുത്തേ പറ്റൂ, അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടോ? കർത്താവ് പറയുന്നു, സ്നേഹം കൊണ്ട്, സ്നേഹം കൊണ്ട്, സ്നേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് ആ തിന്മയുടെ മതിലിനെ നീടിച്ച് തകർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷം പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്താൻ, കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം എത്ര മനോഹരമാണപ്പാ നീ നൽകിയിരിക്കുന്ന ഈ ജീവിതം, കൊച്ചു ജീവിതം. അത് പലപ്പോഴും ദുഷ്കരമാക്കുന്ന ഞങ്ങൾ തന്നെയാണ്. നിന്റെ വചനം അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഞങ്ങൾ ക്രമീകരിക്കുമ്പോൾ, സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സ്നേഹത്തിൽ ഒന്നായിരിക്കുമ്പോൾ ശത്രുതയുടെ മതിൽക്കെട്ടുകൾ തകർന്നു വീഴുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ കേട്ട തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടവരെ ഉണ്ടെങ്കിൽ, ഞങ്ങൾ ശത്രുത മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ, കർത്താവേ, ഇപ്പോൾ ആ ശത്രുയുടെ മതിലുകൾ നീ തകർക്കണമേ. ഈ വചനത്തിന്റെ ശക്തിയാൽ റോമ 13:10, 13:8, റോമ 12:19 മുതൽ ഈ വചനത്തിന്റെ ശക്തിയാൽ കർത്താവേ, സകല ശത്രുവിന്റെ മതിലുകളെ തകർക്കണമേ. ഒരുപക്ഷെ ശത്രു കുടുംബത്തിൽ തന്നെയായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം, അയൽപക്കക്കാരായിരിക്കാം, ബന്ധുമിത്രാദികളായിരിക്കാം, ജോലി മേഖലയിലുള്ളവരായിരിക്കാം, ബിസിനസ് മേഖലയിലുള്ളവരായിരിക്കാം. കർത്താവേ, ആരുമാകട്ടെ, ഇന്ന് ഞാനാണ് നിന്റെ വചനം കേട്ടത്, എന്നിലാണ് മാറ്റം വരേണ്ടത്, ഞാനാണ് മാറ്റം വരുത്തേണ്ടത്. അതിനെന്നെ സഹായിക്കണമേ അപ്പ. എന്റെ ആത്മാവിനാൽ എന്നെ ശക്തീകരിക്കണമേ. തീരുമാനമെടുക്കാനുള്ള കൃപ തരണമേ. ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാകുന്നു. ആമേൻ. അമ്മേ മാതാവേ, ഞങ്ങൾ കേട്ട വചനത്തിന്റെ പശ്ചാത്തല ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, എല്ലാവരോടും സ്നേഹത്തിലും ഐക്യത്തിലും മുമ്പോട്ട് പോകുവാൻ ഒരു വലിയ കൃപാഭിഷേകം ഞങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി കൃപ നിറഞ്ഞവളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളെ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ദൈവകൃപ നിറഞ്ഞ അമ്മേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.